അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വിൻ്റർ ലൈറ്റ്സ് കാണാൻ പോവാണ് കേട്ടോ. ഞാൻ UK വന്നപ്പോൾ തൊട്ട് ക്രിസ്മസ്, ന്യൂ ഇയർ ഈ രണ്ട് സംഭവങ്ങളും ഞാനിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു. അപ്പോൾ ഒരു തവണ ഞാൻ വിൻ്റർ ലൈറ്റ്സ് കാണാൻ വേണ്ടി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഭാഗ്യം, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആയതുകൊണ്ട് കറക്റ്റ് ആ ദിവസം മഴയും കാറ്റും കൊണ്ട് അവർ ലൈറ്റ്സ് ഇന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇത് ലാസ്റ്റ് ദിവസമാണ് പോയിരിക്കണത്. ഞാൻ പാർട്ട് ടൈം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് മെനക്കെട്ട് ഞാൻ ഇത് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫ്രീയും ആണല്ലോ, അപ്പോൾ നമുക്ക് സുഖമാണല്ലോ കാണാൻ. നല്ല തിരക്കായിരുന്നു. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ, ഈ കനറി വാർഫിലാണ് ഈ ഒരു വിൻ്റർ ലൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കനറി വാർഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ലണ്ടനിൽ തന്നെ ഒരു മെയിൻ, നമുക്കൊരു ബിസിനസ് സിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയാം. മെയിൻ ഗ്രേറ്റർ ലണ്ടനിലെ എന്താ പറയുക, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് എന്നൊക്കെയാണ് നമ്മൾ കനറി വാർഫിനെ പറയുന്നത് കേട്ടോ. നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. എനിക്ക് എപ്പോഴും കനറി വാർഫ് പോകുമ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ നോക്കി നിൽക്കണം. ബിൽഡിങ്സ് കാണാൻ തന്നെ എന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ ആദ്യം കണ്ട ലൈറ്റ്സ് കണ്ടുമല്ലോ, അത് മ്യൂസിക്കിനനുസരിച്ചിട്ടാണ് ഓരോ ലൈറ്റ്സും ഇങ്ങനെ വർക്ക് ചെയ്യണത്. ഞാൻ ഈ ലൈറ്റ്സ് കാണുന്നതിൻ്റെ കൂടെ റൂഫ് ടോപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാർഡനാണിത്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പറഞ്ഞാൽ നല്ല പരന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ബാംബൂ അങ്ങനത്തെ കുറേ പലതരത്തിലുള്ള ചെടികളുണ്ടായിരുന്നു. ഒന്നും വിശദമായിട്ടൊന്നും എനിക്ക് നോക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ജസ്റ്റ് അത് കൂടെ ഒന്ന് പോയി, ലൈറ്റാണ് കൊണ്ട് പോയതാണ്. പക്ഷെ പോയപ്പോൾ അത് റൂഫ് ടോപ്പ് ഗാർഡൻ ആയിരുന്നു. പിന്നെ അവിടെ ആർട്ടിഫിഷ്യൽ ഹ്യൂമൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് തോന്നുന്നു കേട്ടോ, ഉറപ്പില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ലൈറ്റ് കാണാൻ വേണ്ടി പോയി. എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആളും ഞാനും കൂടെയാണ് പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ വീട്ടിലോട്ട് പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഇനി പൊക്കോളാം, കാരണം ചേച്ചി ഓൾറെഡി കണ്ടതാണ്, എനിക്ക് വേണ്ടി എൻ്റെ കൂടെ വന്നതാണ്. ആളെനിക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും, പറഞ്ഞു തരുമൊക്കെ ചെയ്തോട്ടെ. കാരണം എനിക്ക് അവിടെ എത്തിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ലൈറ്റ്സ് എവിടേക്കാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ നേരെ കാണുന്നത് ഒരു ഇല്യൂഷൻ ലൈറ്റാണ്. അതിനകത്ത് പോയാൽ കുറേ ഇല്യൂഷൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ അതിനകത്ത് കാണണമെങ്കിൽ ഏകദേശം 30 പൗണ്ടിൻ്റെ അടുത്താണ് പറഞ്ഞത്. നമ്മൾ പിന്നെ അതിന് നിന്നില്ല. അത്രയും പൈസ കൊടുത്തിട്ട് ലൈറ്റ്സ് കാണേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോയി. ഇത് ഈ കാണുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. പിന്നെ ലൈറ്റ്സ് കാണണതിൻ്റെ ഇടയിൽ ഒരു ഐസ് സ്കേറ്റിംഗ് അവിടെ ഓൾറെഡി ഉണ്ട് കനറി വാർഫിൽ. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഐസ് സ്കേറ്റിംഗ് കാണാൻ പോയി. എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി മെനക്കെട്ടതാണല്ലോ. അപ്പോൾ അത് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഐസ് സ്കേറ്റിങ്ങിൻ്റെ സ്ഥലമായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് എല്ലാവരും സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എൻട്രി ഒന്നുമില്ല, പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. പൊതുവേ നമ്മൾക്ക് ഒരു റിലാക്സ് ഒക്കെ ചെയ്തിരുന്ന് ഓരോ റെസ്റ്റോറൻറ്റിലും ഇരുന്ന് നമുക്ക് ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ പിന്നെ എല്ലാവിടെയും മെയിൻ എന്ന് പറയുന്നത് ഡ്രിങ്ക്സും കാര്യങ്ങളും ആണ്. കാരണം അത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ റെസ്റ്റോറൻറ്റ്സിൽ പോയി കിട്ടുന്ന സംഭവങ്ങളൊന്നും ഇവിടെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എവിടെയും പോയിട്ടൊന്നുമില്ല. കാരണം പോയാലും എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് തന്നെ ഒരു പിടുത്തമില്ല. അത് കഴിഞ്ഞിട്ടുള്ള ലൈറ്റ് എന്ന് പറയുന്നത് വി കുഡ് മീറ്റ്. അങ്ങനെ ഓരോ ലൈറ്റ്സിനും അവർ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും പേര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ പേരൊക്കെ എന്നുള്ളത് വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ ആദ്യം ഒരു മാപ്പ് പോലത്തെ സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മാപ്പിലാണ് നമുക്ക് ഏതൊക്കെ ഡയറക്ഷനിലാണ് ഏതൊക്കെ ലൈറ്റ്സും കാര്യങ്ങളും ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 15 ലൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മാപ്പ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് അവിടെ നിൽക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരുന്ന ആൾക്കാരോട് തന്നെ ചോദിക്കണം. അവർ നമ്മളെ സഹായിക്കും. എങ്ങോട്ടാണ് പോകേണ്ടത്, ഇന്ന ലൈറ്റ് നമ്പർ 5 അവിടെ, ലൈറ്റ് നമ്പർ 6 ഇവിടെ, അങ്ങനെയൊക്കെ പറയും. പിന്നെ പബ്ബും കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതൊരു പബ്ബായിരുന്നു. നല്ല വൈബ് ആൾക്കാരായിരുന്നു കേട്ടോ ഫുൾ അകത്ത്. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അകത്ത് നല്ല സൂപ്പറായിരുന്നു. ഇനി നെക്സ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു നാടൻ ടച്ചുള്ള പോലെ, നാടൻ എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. ഒരു പെയിൻറ്റിങ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ്. ഒരു ക്ലോത്തിൽ അവർ പെയിൻറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദി പോലെ ഉണ്ട്. ഇത് ഹിന്ദിയാണോന്ന് എനിക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ അത്ര എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ അന്നാണെങ്കിൽ ശ്രദ്ധിച്ചതുമില്ല. ഈ വീഡിയോയിലാണ് ഞാനിപ്പോൾ ഈ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അന്ന് ഈ പിക്ചറൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കില്ല. ഞാൻ വീഡിയോ കറക്റ്റായി വരണോ എന്നാണ് നോക്കണത്. പിന്നെ റോഡും കാര്യങ്ങളൊക്കെ ആ ബിൽഡിങ്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഉണ്ട്. അപ്പോൾ വണ്ടികൾ പോണ ഒരു ഏരിയ ആണ്. അപ്പോൾ ട്രാഫിക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആയിട്ടോ ഈ ഒരു ലൈറ്റ്സ് കാരണം.
ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഇതൊരു ഫൗണ്ടെയിൻ ആയിരുന്നു. ശരിക്കും ഇതൊരു വെള്ളത്തിലാണ് ഈ ബോൾസ് നിൽക്കുന്നത്, ഡ്രോപ്ലെറ്റ്സ് എന്നാണ് അവർ പറയണത്. അവിടെ നല്ല തിരക്കായിരുന്നു. ഇത് പല പല കളേഴ്സ് ആവും. പിന്നെ മ്യൂസിക്കിനനുസരിച്ചിട്ട് ഓരോരോ ഇങ്ങനെ ബോൾസ് ലൈറ്റ് കത്തുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ നടന്ന് ഓരോ വഴി ഞാൻ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഉള്ള ലൈറ്റ്, ഈ ഒരു ലൈറ്റായിരുന്നു എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ഞാൻ വിൻ്റർ ലൈറ്റ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിക്കുമ്പോൾ തന്നെ ഈ ലൈറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതെന്തായാലും കാണണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ ഇത് നോട്ടം വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്പീഡിലിട്ടിട്ടാണ് ഇങ്ങനെ കാണിക്കണത്. കാരണം മ്യൂസിക് അത്ര ക്ലിയർ ആയിട്ടൊന്നും നമ്മുടെ ഫോണിൽ വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ ബോളുകളുടെ താഴത്ത് കൂടെ നമ്മളിങ്ങനെ നോക്കിയൊക്കെ നടക്കില്ല, അങ്ങനെയൊക്കെ നടക്കണ വീഡിയോസൊക്കെ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് എനിക്ക് ശരിക്കൊന്നും എടുക്കാനൊന്നും പറ്റില്ല, ക്ലിയറും ഇല്ല സംഭവം. അങ്ങനെ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോയി. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ഓട്ടപ്രദക്ഷിണം പോലെയായി. കാരണം ടൈമും ഏകദേശം ടൈം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം ഞാൻ 3 മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ എല്ലാം കണ്ടുവരാൻ വേണ്ടിയിട്ട് വിശദമായിട്ട്. നെക്സ്റ്റ് ലൈറ്റ് കാണാൻ പോണതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒരു വ്യൂ ആണ് കണ്ട്, അത് നല്ല രസമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പിന്നെ അതും വീഡിയോയിൽ എടുത്തിട്ടത്. നെക്സ്റ്റ് ലൈറ്റ് ഇതിൻ്റെ ഓരം തന്നെയാണ്. ഇതൊരു നദിയാണ്, ഇത് തെയിംസ് നദിയാണ് കേട്ടോ, തെയിംസ് റിവറാണ്. നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് ഈ നദിയുടെ മുകളിലാണ്. അപ്പോൾ ഇതൊരു ലൈറ്റാണ്, സിർക്ക എന്നാണ് പേര്. സിർക്ക എന്നാണോ പ്രൊണൗൺസ് ചെയ്യാന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഷൈൻ യുവർ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് അത്ര വലിയ സംഭവമൊന്നും ആയിരുന്നില്ല, കുഴപ്പമില്ല, നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഈ കളർ ഷീറ്റുകളുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. ഇത് ക്രിസ്മസിന് വന്നൊരു ലൈറ്റാണ് തോന്നുന്നു. അതുവരെ ഇത് അവർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ വിൻ്റർ ലൈറ്റ്സിൻ്റെ ഭാഗമല്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നെക്സ്റ്റ് ലൈറ്റ് കാണാൻ നമ്മൾ ഏകദേശം ഗുരുവായൂർ നമ്മൾ ക്യൂ നിൽക്കില്ലേ, ആ ഒരു സംഭവമായിട്ടാണ് എനിക്കിത് കാണുമ്പോൾ തന്നെ തോന്നിയത്, ഇങ്ങനെ റൗണ്ട് പോയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ലൈറ്റ് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ടി വിയിൽ കൂടെ ഒരു ആൻറ്റിന ഉണ്ടായില്ലേ, കുട പോലത്തെ ആൻറ്റിന. ഞാൻ ചെറുപ്പമായിട്ട് ഇരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, എൻ്റെ മാമയുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. സെയിം ആ ആൻറ്റിനയുടെ ലുക്കാണ്. ആ ആൻറ്റിനയിൽ ലൈറ്റ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, നല്ല ലൈറ്റ്, എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ് കാണാൻ. പിന്നെ ഞാൻ ജസ്റ്റ് അത് കൂടെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് അല്ല, നമ്മൾ ഫുഡ് കഴിക്കണത് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, അതാണ് ബബിൾസ് ആണ് കേട്ടോ. അത് ബബിൾസിൻ്റെ അകത്ത് അവർ ഫുഡ് കഴിക്കുന്നുണ്ട് ആൾക്കാർ, റൗണ്ട് ടേബിൾ ഇട്ടിട്ട്. നല്ല രസമായിരുന്നു. ഏകദേശം റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ വെറുതെ പറഞ്ഞതാണ്. ഇത് നെക്സ്റ്റ് ലൈറ്റാണ്. ഇത് ഞാൻ ലാസ്റ്റ് ലൈറ്റ് ഓടിപ്പോയിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തു. ഞാൻ വേഗം ട്രെയിന് നോക്കി, ടൈമായോ നോക്കി വന്നു. ഞാൻ അതിൻ്റെ അകത്തോടെ ഒന്നും പോയില്ല. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.